What do you mean by learned motives? You can be say it as social motives, secondary motives, or acquired motives. അപ്പോൾ learned motivesന് മറ്റു പേരുകളാണ് acquired, secondary and social motives. All the social motives, ഈ learned motives എന്താ, we will enculture from our family or social groups. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നത് നമ്മളൊരു ഗ്രൂപ്പിൽ നിന്നായിരിക്കാം, നമ്മളെ ഫാമിലിയിൽ നിന്നായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഗ്രൂപ്പ്സ് വഴിയായിട്ടാണ് നമ്മൾ ലേൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഈ സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. ലേൺഡ് മോട്ടീവ്സ് ആണ്. ഇറ്റ് ഈസ് അക്വയർഡ് ആൻഡ് സോഷ്യൽ മോട്ടീവ്സ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് മൂന്നെണ്ണമാണ് മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് നോക്കാനുള്ളത്. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഇതാണ് മൂന്ന് ലേൺഡ് മോട്ടീവ്സ്, സോഷ്യൽ മോട്ടീവ്സ് ഓർ അക്വയർഡ് മോട്ടീവ്സ്. ഓക്കെ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ. ഓക്കെ, നീഡ് ഫോർ അഫിലിയേഷൻ. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സോട് കൂടി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാർട്ട്നേഴ്സ്, നമുക്ക് ഒരു ഗ്രൂപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിൽ ആരും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലേ? ആരൊക്കെയെങ്കിലും ഫ്രണ്ട്സ് വേണം. ക്ലാസ്സിൽ തന്നെ ഗ്രൂപ്പീസ് ഉണ്ട്, ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ്. ഓക്കെ, ക്ലാസ്സിൽ തന്നെ ഗ്രൂപ്പീസും, അതെ, ഇത്ര ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആവുക, അടുത്ത ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആവുക, അല്ലെങ്കിൽ ഒരു ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ഫസ്റ്റ് രണ്ടുപേര് അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. നമ്മൾ എല്ലാവരും നീഡ് ഫോർ അഫിലിയേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ബിക്കോസ് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ വേൾഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഇറ്റ്സ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് പെട്ടെന്ന് പിണങ്ങി പോവുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ പെട്ടെന്ന് പിണങ്ങി പോവുക, ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നീഡ് ഫോർ ലവിങ് ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. എല്ലാ സമയവും നമുക്ക് എല്ലാവരും കൂടെ ആയിട്ടിരിക്കാനും സ്നേഹിക്കാനും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനും ഇതൊക്കെ തോന്നുകയാണ് ഈ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പറയാം. അപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ അൺനോൺ ഫ്രണ്ട്സ് വരെ ഉണ്ടായിരിക്കും, പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഈ നീഡ് ഫോർ അഫിലിയേഷൻ, തനിക്കൊരു ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ തനിക്ക് കുറേ ഫ്രണ്ട്സ് വേണം, എല്ലാവരുമായിട്ടും സോഷ്യലി എക്സ്പ്ലോർ ചെയ്തിരിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെയും ഈ നീഡ് ഫോർ അഫിലിയേഷൻ എന്നൊരു മോട്ടീവ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ സോഷ്യൽ ഗ്രൂപ്പ്സിൽ എൻഗേജ് ആവാം, ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും ഇഷ്ടമല്ല, ചറപ്പറ എല്ലായിടത്തും മിങ്കിൾ ചെയ്ത് നടക്കണം. അപ്പോൾ ഇതാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു സോഷ്യൽ മോട്ടീവും കൂടിയാണ്. നെക്സ്റ്റ് വരുന്നതാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഈ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ നമുക്ക് കുറച്ചും കൂടി സക്സസ് എന്നുള്ളൊരു സംഭവം ആഗ്രഹിക്കുന്ന ആളായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന നീഡുള്ള ആൾക്കാർ. എപ്പോൾ നോക്കിയാലും എല്ലാത്തിലും സക്സസ് വേണം, ഞാൻ എല്ലാത്തിലും ജയിക്കണം, ഫസ്റ്റ് ആയിരിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അസൈൻമെന്റ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കണം, സെമിനാർ ഫസ്റ്റ് ഞാൻ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ. ഓക്കെ, അച്ചീവ്മെൻ്റ് ഉള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നേരിടാനായിട്ടുള്ള ആൾക്കാരായിരിക്കും. ചലഞ്ചിങ് കാരണം അവർക്കൊരു സക്സസ് എന്നുള്ളൊരു മോട്ടീവാണ്. അപ്പം എല്ലാവരും ഇവരൊന്ന് അറ്റൻഷൻ ക്യാച്ച് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവർ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഈസി ടാസ്ക് ഒന്നും ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. വലിയ ഭയങ്കരമായിട്ടുള്ള ടാസ്ക് ഒക്കെ ആയിരിക്കും ഇവർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവുക. സോ ദേ ആർ പ്രിഫേർഡ് മോർ ഹൈ റിസ്ക് ടാസ്ക്. കുറച്ചും കൂടി അതായത് സക്സസ് അതിൽ ആരും പോവാത്ത വഴികളിൽ കൂടെയൊക്കെ പോകാമെന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു മോഡലിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, ഞാൻ ചെയ്ത സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഫീഡ്ബാക്ക് കൊടുക്കണതൊക്കെയും ഇവർക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഇനി നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തി, ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇറ്റ് ഈസ് അധികാരം കൂടി ഉദ്ദേശിക്കുന്നതാണ് നീഡ് ഫോർ പവർ. ഇപ്പോൾ രാഷ്ട്രീയ ആൾക്കാർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു നീഡ് ഫോർ പവർ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ. നീഡ് ഫോർ പവർ, ഇപ്പോൾ ലീഡർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ടും ഇവർ അണ്ടറിൽ മറ്റുള്ളവർ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും നീഡ് ഫോർ പവർ. ഇപ്പോൾ രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ പിന്നെ മറ്റ് ചെയർപേഴ്സൺസ്, ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഹിറ്റ്ലർ, ഇവരൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. അതായത് എല്ലാം അവർ അധീനതയിലാക്കണം, അല്ലെങ്കിൽ തൻ്റെ കൺട്രോളിങ്ങിലാവണം ഈ ഒരു സംഭവം വരുന്നത്. അപ്പം അങ്ങനെ നീഡ് ഫോർ പവർ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ ഫാദർ ഫിഗർ, കുടുംബനാഥൻ ആരാ, ഇറ്റ്സ് എ നീഡ് ഫോർ പവർ ഉള്ള ഒരു ആളാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ടല്ല കേട്ടോ, ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. പവർ ഓവറായി കഴിഞ്ഞാൽ എന്താ, ക്രൈം വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, നീഡ് ഫോർ പവർ നമുക്ക് സൊസൈറ്റിയിൽ തന്നെ കാണാം. നമുക്ക് കുറേ അധികാരമോഹം കൂടിക്കഴിഞ്ഞാലും എന്തായിരിക്കും, ക്രൈം ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.
പവറുള്ള ആൾക്കാർ ഭയങ്കര ചാമിങ് ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര സക്സസ് ഓറിയന്റഡ്, അതായത് തന്നെ കൺട്രോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, മറ്റുള്ളവരെ പുഷ് ഇമ്പാക്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ നീഡ് ഫോർ പവർ ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കാനും, സ്പോർട്സിലായിക്കോട്ടെ, മറ്റേ പോലീസ് ഓഫീസേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാട്ടോ ഈ നീഡ് ഫോർ പവറിൽ വരുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാം. ഫേമസ് ആയിട്ടുള്ള സംഭവമുണ്ട്, അബ്രഹാം മാസ്ലോസ് ബേസിക് നീഡ്സ്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ തിയറി എന്നൊക്കെ പറയാം. അബ്രഹാം മാസ്ലോ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് മെയിൻ ആയിട്ടൊരു തിയറി പറയുന്നുണ്ട്, ബേസിക് നീഡ്സ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ പോയി തുടങ്ങാം. താഴെയാണ് നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, സിക്സ് അങ്ങനത്തെ വരുന്ന എല്ലാ സംഭവങ്ങളും ബയോളജിക്കൽ നീഡ്സ് ആണ് താഴെ തട്ടിൽ വരുന്നത്. ഓക്കെ, അതാണ് താഴെ മെയിൻ ആയിട്ട് വരുന്നതാണ് ബേസിക് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അല്ലെങ്കിൽ അബ്രഹാം മാസ്ലോസ് നീഡ്സ്. അബ്രഹാം മാസ്ലോ ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ട് പിരമിഡിക്കൽ സ്ട്രക്ചറിലാണ് ഈ ഒരു തിയറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് അടിത്തട്ടിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് ഓർ ബയോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഫിസിയോളജിക്കൽ ഓർ ബയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ് നമ്മുടെ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെറ്റ് മെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. നിങ്ങളിപ്പോൾ വിശപ്പ്, ദാഹം ഇതൊക്കെ മെറ്റ് ചെയ്തു, നമ്മുടെ ബയോളജിക്കൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. അത് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് കയറുന്നു. അതാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് എന്താണ്, നമുക്കൊരു ഷെൽട്ടർ വേണം, നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ഇരിക്കണം, ഒരു ഷെൽട്ടർ വേണം. എക്സ്റ്റേണൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ത്രെട്ടിങ് സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതാണ് നമ്മുടെ സേഫ്റ്റി നീഡ്സ്. ഹോം മാത്രമല്ല കേട്ടോ, നമുക്ക് സേഫ്റ്റി തരുന്ന എല്ലാ സംഭവങ്ങളും, ചിലപ്പോൾ അതൊരു ഗ്രൂപ്പ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ ആ സേഫ്റ്റി തന്നെ എന്തായിക്കോട്ടെ, അതാണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു കംഫർട്ടായിട്ട് നമുക്ക് ഷെൽട്ടർ തരുന്ന ഒന്നാണ് സേഫ്റ്റി നീഡ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്താ, ദ നീഡ് ടു അഫിലിയേറ്റ്. ആ ഒരു സംഭവമാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിൽ വരുന്നത് കേട്ടോ. വെൻ ബിലോങ്ങിങ്നെസ് നീഡ്സ് മെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും, സെൽഫ് എസ്റ്റീം. ഈ സെൽഫ് എസ്റ്റീം, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നമ്മൾ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് നമുക്ക് ആൾക്കാരായിട്ട് ഇടപഴകണം, അവർ നമ്മളെ സ്നേഹിക്കണം, നമ്മൾ തിരിച്ച് സ്നേഹിക്കണം, അപ്പം നമ്മളെല്ലാവരും ഒരു കൂട്ടായിട്ട് പോകണം. അങ്ങനത്തെ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താവും, സെൽഫ് എസ്റ്റീം നീഡിലോട്ട് പോകും. ഈ സെൽഫ് എസ്റ്റീമിൽ എന്താ, വി ഹാവ് ടു കൺസിഡർ അതേഴ്സ്, റെസ്പെക്ട് അതേഴ്സ്. നമുക്കൊരു കോൺഫിഡൻസ് ലെവലിൽ കൂടുന്നൊരു സ്റ്റേജ് ആണ് ഈ സെൽഫ് എസ്റ്റീം. എസ്റ്റീംഡ് ബൈ അവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് കോൺഫിഡൻസ് കൂടുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ്സ്. ഓക്കെ, ഈ ഒരു ഇതും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പ് ലെവലിലോട്ട് പോകും. ഏതാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ് ഗോൾ ആണ്, ഇത് അൾട്ടിമേറ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മദർ തെരേസ ആയിക്കോട്ടെ, ഇവരെല്ലാവരും മീറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതായത് യുണീക്ക് ആയിട്ടുള്ളൊരു ഗോളായിട്ട് നമ്മളുടെ ഓൺ ഗോൾ, യുണീക്ക് ഗോളിനോട് കൂടിയിട്ട് മാച്ച് ചെയ്യുന്ന ഒന്നാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. വി ഹാവ് ടു ആക്ച്വലൈസ് അവർ സെൽഫ്. ഓൾറെഡി താഴെത്തട്ടിൽ കിടക്കുന്ന എല്ലാ നീഡ്സും മെറ്റ് ചെയ്തു, ദ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്ത് നമ്മൾ സമാധാനം അല്ലെങ്കിൽ സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന ഇതാണ് സെൽഫ് ആക്ച്വലൈസിങ് ഗോൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ദ ടോപ്പ് വൺ ഹൈറാർക്കി. ഓക്കെ, പോയിന്റ് ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. അപ്പോൾ സൈക്കോളജിസ്റ്റ് കുറേ മോട്ടിവേഷനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നതാണ് നമ്മുടെ കുറേ മോട്ടിവേഷൻ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് മേ ബി ഫ്രം ഔട്ട്സൈഡ് ഓർ ഫ്രം ഇൻസൈഡ്. ഓക്കെ, ചിലപ്പോൾ അത് ഔട്ട്സൈഡിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ അത് ഇൻസൈഡിൽ നിന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻസൈഡിൽ നിന്ന് വരുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്റ്റേണൽ ഫോഴ്സസ്, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വരുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളൊരു ഫോഴ്സിൽ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സിൽ ഒരു അവാർഡ് കിട്ടും, ഒരു ട്രോഫി കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളൊരു സ്പോർട്സ് ഈവൻറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ റൂം ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്തപ്പോൾ വീട്ടുകാരിൽ നിന്ന് ഭയങ്കര ചീത്തയായിരിക്കും. അപ്പോൾ അതൊരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അൺപ്ലസൻറ്റ് ഈവൻറ്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ റൂം ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹയർ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഹൈ യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്തൊരു സ്കോളർഷിപ്പോട് കൂടി ഒരു എക്സാം എഴുതണം. എന്നിട്ട് അതിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പുറത്ത് ഔട്ട് ഓഫ് കൺട്രി നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയും ഒരു
ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ വീട്ടുകാർ പറഞ്ഞത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ വരുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മൾ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന, ഉള്ളിൽ നിന്ന് സ്പാർക്ക് വരാന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ വരുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. നമ്മളുടെ സ്വയം പ്രേരണ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾ അതിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, ഫാസിനേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നതായിരിക്കാം ആ ഒരു സംഭവം, വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾ റാങ്ക് മേടിക്കണത്, എനിക്ക് നല്ലൊരു ഗോൾ ഉണ്ട്, അപ്പോൾ അതിലോട്ട് പോകണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ അത് ചെയ്യണത്. നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യണത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് എന്നുള്ള ബിഹേവിയർ എനിക്ക് ഇഷ്ടമാണ്, ആ ഒരു രീതിയിലായിരിക്കും അത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രിൻസിക് ബിഹേവിയർ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സസോ അല്ലെങ്കിൽ എന്തിട്ടെങ്കിലും നമ്മൾ പർപ്പസ് നമുക്ക് കിട്ടുമെന്നുള്ളൊരു വിചാരത്താലല്ല ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആക്ട് വരുന്നത്. നമുക്ക് നമ്മളുടേതായൊരു ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പെർഫോം ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സം എക്സ്റ്റേണലി ഫോഴ്സസ്, സം എക്സ്റ്റേണൽ ഗിഫ്റ്റോ റിവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡറി മോട്ടീവ്സും എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക് മോട്ടിവേഷനും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗമാണ് മെയിനായിട്ട് മോട്ടിവേഷനിൽ വരുന്നത്.